സകലതും ഇപ്പൊ തമ്മിൽ തല്ലി തല ധരിച്ച് വീഴൂല്ലോ എന്റെ ഭഗവതി. എന്തുട്ടാന്ന് കാര്യം? സംഗതി ലൈവാണ്. ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്നത് കൊണ്ട് ഞെട്ടിയിട്ട് കാര്യമില്ലെന്നറിയാം. അല്ല, മൊത്തത്തിൽ ഞെട്ടിയിരിക്കുകയാണല്ലോ. അതുകൊണ്ട് ഇത് വരുമ്പോ പ്രത്യേകിച്ച് ഞെട്ടലൊന്നുമില്ല. ഇനി ആര് എന്നുള്ളത് മാത്രമേ ഉള്ളൂ പ്രജേഷ്. നമ്മുടെ സുവർണ കാലഘട്ടമെല്ലാം മൺമറഞ്ഞിടേ, ഇനി ഒരു അഡ്ജസ്റ്റ്മെന്റ് നടക്കില്ല. അതായത് ഈ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ പേരുകൾ ഇപ്പൊ ഇന്നും ഇന്നലെ അല്ലല്ലോ തുടങ്ങിയത്, ഒരു 3-4 ദിവസങ്ങളായി തുടങ്ങിയിട്ട്. പക്ഷെ ഇത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മലയാള സിനിമാ മേഖലയിൽ കേട്ടു തുടങ്ങിയതാണ്. വേണ്ട വേണ്ട, ഒന്നും അറിയാത്ത പോലെ മണ്ടം കളിക്കണ്ട. അയ്യോ, സത്യമായിട്ട് എനിക്കറിയില്ലേ. കേട്ടു തുടങ്ങിയതും ചിലതൊക്കെ വളരെ അടുത്തറിയാവുന്ന പല കാര്യങ്ങളുമുണ്ട്. ആ കേട്ടു തുടങ്ങിയ കാര്യങ്ങളുമൊക്കെ പല സ്ത്രീകളും ഇത് അടക്കി പിടിച്ചിരുന്ന കാര്യങ്ങൾ. കാരണം അവരിത് പുറത്തു പറഞ്ഞാൽ അവർക്ക് സിനിമയിൽ അവസരമുണ്ടാവില്ല, അവരെ സിനിമയിൽ നിന്ന് പുറത്താക്കും. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞത് വലിയ ദൂഷ്യമില്ലാതെ പണ്ട് മുതലേ ഉണ്ട്. നാണക്കേടായിപ്പോയി. നിങ്ങൾക്ക് മാത്രമല്ല എനിക്ക് നാണക്കേടാ. ഈ കാലഘട്ടത്തിൽ ഇത് കാലഘട്ടം തന്നെ മാറിപ്പോയി. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ വളരെ സ്മാർട്ടായി സിനിമയിൽ വരുന്ന ആളുകളാണ്, നല്ല കുടുംബങ്ങളിൽ നിന്ന് വരുന്ന ആളുകളാണ്. അത് കറക്റ്റ് എന്ന് വെച്ചാൽ നേരത്തെ വന്നവർ നല്ല കുടുംബങ്ങളിൽ നിന്ന് വന്നവരല്ലെന്നല്ല, പക്ഷേ സിനിമയ്ക്ക് വേണ്ടി പല അഡ്ജസ്റ്റ്മെന്റും തയ്യാറായേക്കുന്ന ഒരുപാട് ആളുകളെ എനിക്കറിയാം. ഇതുപോലെ എത്ര കേസ് കെട്ടിൽ നിന്നും പുഷ്പം പോലെ ഈ ബോണി ഊരി പോന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കല്ല പോകുന്നത്. ഒരാളുടെ സമ്മതമില്ലാതെ ഒരാളെ കയറി പിടിച്ചു, അവരെ ബലാത്സംഗം ചെയ്തു, മറ്റേത് ചെയ്തു, മറിച്ച് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പണ്ടാരം പിടിച്ച നാട്ടിൽ ഇനി ഞാനില്ല. എന്തത് കൊള്ളക്കാര നാടാ, രാത്രി വന്നത് പോട്ടേന്ന് വെക്കാം. ഇതിപ്പോ പട്ടാപ്പകലല്ലേ വന്നത്. ഈ പരാതികൾ ഇങ്ങനെ വരുമ്പോ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വരുന്നത് താരങ്ങളുടെയും സംവിധായകരുടെയും പേരുകളാണ്. ഞാൻ കേട്ടതൊക്കെ ശരിയാണോ? ഇതുപോലൊരു കശ്മലിനായ ഓപ്പറേറ്ററോട് ഓപ്പറേറ്ററായി ജോലി ചെയ്യേണ്ടി ഞാൻ ലജ്ജിക്കുന്നു. ഈ താരങ്ങളുടെയും സംവിധായകരുടെയും പേരുകൾ ഇങ്ങനെ വരുമ്പോ ഇതിന്റെ അമ്മയുടെ, അതായത് AMMയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദിഖിന് മേൽ ആദ്യം ആരോപണം വരുന്നു. അതും വളരെ ശക്തമായ ഒരു ആരോപണം വരുന്നു. ഞാൻ നിരപരാധിയാണ് മുത്തശ്ശി. പൊന്നു മോനെ, എന്ത് ഈ മുത്തശ്ശിയുടെ മുഖത്തൊന്ന് നോക്കണേ. സിദ്ദിഖ് എന്ത് പഞ്ചാര വർത്തമാനമാണെന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. വളരെ തന്മയത്തോടെ ഏതാണ്ട് ഓസ്കാർ അവാർഡ് വരെ കൊടുക്കാവുന്ന രീതിയിലുള്ള അഭിനയമായിരുന്നു സിദ്ദിഖ് അവിടെ കാഴ്ചവെച്ചത്. അങ്ങനെ സിദ്ദിഖ് അത് പറഞ്ഞ് തൊട്ടു പിന്നാലെ ഈ ആരോപണം വന്നു കഴിഞ്ഞപ്പോ സിദ്ദിഖ് രാജിവെച്ചു. പിന്നാലെ രഞ്ജിത്ത് വരുന്നു. അതിനു മുമ്പ് അതേ സ്ഥാനത്തിരുന്ന മറ്റൊരു സംവിധായകന്റെ പേര് വന്നിരുന്നു. അങ്ങനെ എത്രയോ പേർ ഇപ്പോ തുരുതുര പേരുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. സത്യത്തിന്റെ മുഖം സ്വർണ്ണപാത്രം കൊണ്ട് ഒരിക്കലും മൂടി വെക്കാൻ കഴിയില്ല. ഇതില് അന്വേഷണം വളരെയധികം അത്യാവശ്യമാണ്. സത്യസന്ധമായ അന്വേഷണം തന്നെ അത്യാവശ്യമാണ്. പറ്റിപ്പോയടാ, വേണ്ട വേണ്ട, ഞാൻ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. വെറുതെ പറയുന്ന ചില 1-2 കാര്യങ്ങൾ ഉണ്ട് എന്ന് ചില ആളുകളുടെ സംസാരം കേൾക്കുമ്പോൾ നമുക്ക് തോന്നും. പക്ഷേ ബാക്കിയൊന്നും നിഷേധിച്ച് കളയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. സത്യമായിട്ടും എന്റെ പൊന്നാശന്മാരെ, ഞാൻ മനസാ വാച കർമ്മണ അറിഞ്ഞൊരു കേസല്ല. ഇത് മാത്രമല്ല, നടൻ മുകേഷിനെതിരെ ഇനിയും 100 കണക്കിന് പരാതികൾ വരും എന്നാണ് എന്റെ ഒരു സിനിമാ സുഹൃത്ത് രാവിലെ എന്നോട് പറഞ്ഞത്. ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡിൽ കൂടി ഒന്ന് ഓടിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഞാൻ. ഈ മാട്ട കളിച്ച് നടന്നവന് ഏതാണ്ട് ഒരല്പം പണവും അല്പം പ്രശസ്തിയും അല്പം സിനിമയും ഒക്കെ ആയപ്പോ ഏതെങ്കിലും സിനിമാ തമ്പുരാക്കന്മാരുടെ ഒക്കെ കൂടുമ്പോ ഞാനും ഏതോ വലിയവനായി എന്തൊരു തോന്നലൊക്കെ വരും. ഒരു കാര്യം ഞാൻ പറയാം, ഉടുമ്പിനെ തറപറ്റിച്ചിട്ടേ ഞാൻ ഇറങ്ങൂ. അപ്പൊ ആർക്കും ആരെയും തെറി പറയാനുള്ള ഒരു തോന്നൽ മനസ്സിലുണ്ടാകും. അതേപോലെ ഞാൻ എന്തോ ഹുങ്ക് പിടിച്ചവനാണ് എന്ന് സ്വയം ഒരു അഹങ്കാരം തോന്നും. അപ്പൊ ഇങ്ങനെയൊക്കെ തോന്നുന്ന ചില ആളുകളുണ്ട് സിനിമയിൽ. മാക്ട ഫെഡറേഷൻ എന്ന് പറയുന്ന സംഘടനയെ, അതായത് ഞാനൊക്കെ ജനറൽ സെക്രട്ടറി ആയിരുന്ന, വിനയനൊക്കെ ഉൾപ്പെട്ടിരുന്ന, മലയാളത്തിലെ എല്ലാ ടെക്നീഷ്യന്മാരും ഉൾപ്പെട്ടിരുന്ന ഒരു സംഘടന. പക്ഷെ അത് ഇവിടെ പറയാൻ കാര്യമുണ്ട്. അതുകൊണ്ടാണ് അന്ന് ദിലീപിന്റെ പ്രശ്നത്തിൽ ഇന്ന് രാജിവെച്ചു പോയ രഞ്ജിത്താണല്ലോ ആദ്യം പിന്നെ അവിടെ നിന്നും കോഴിക്കോട് നിന്നും ചാനലുകളെ വിളിച്ചു പറഞ്ഞത്, ഞാൻ ഈ പ്രസ്ഥാനത്തിൽ നിന്നും രാജിവെച്ചിരിക്കുന്നു. പിന്നെ എന്തിനാടോ ഇങ്ങനെ ആണാന്നും പറഞ്ഞ് നടക്കുന്നത്? അതിന്റെ തൊട്ടുപറേ ഓരോ രാജികൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെയല്ലേ ആ സംഘടന പൂട്ടിപ്പോയത്? എന്താ പറഞ്ഞത് ശരിയല്ലേ? അതായത് ഈ പറയുന്ന ചില താരങ്ങളുടെയും ചില സാങ്കേതിക വിദഗ്ധരുടെയും ഒക്കെ കാൽ കീഴിൽ സിനിമ ഇൻഡസ്ട്രി കിടക്കണം. ബാക്കിയുള്ളവരൊക്കെ അവരുടെ അടിയന്മാരായി ഇവിടെ ജോലി ചെയ്യണം. ഇതൊക്കെയായിരുന്നു ചിന്ത. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കാനേ കൊള്ളൂ, ഒരു കാലത്തും നടക്കത്തില്ല. ദിലീപിനെ പോലെ ഒരാള് അന്ന് ഈ കാര്യങ്ങൾ അതിന്റെ മേൽക്കോയ്മയ്ക്ക് വേണ്ടി ചുക്കാൻ പിടിച്ചു എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുമോ? ഇനി ഇങ്ങനെയൊക്കെ പാടുള്ളൂ.
ഇപ്പോൾ ഈ ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ അഡ്വക്കേറ്റ് അരുൺകുമാർ നല്ല കുറച്ച് ന്യായീകരണങ്ങൾ നിരത്തി. പണ്ടും നിന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിന് കൂട്ടിയിട്ടുണ്ടോ? ഇരണക്കേട് അച്ചിട്ടോ? സാംസ്കാരിക വകുപ്പിനെ പോലും ന്യായീകരിച്ച് പുള്ളി നിർത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് സജി ചെറിയാൻ, അതായത് സാംസ്കാരിക മന്ത്രി, ഈ റിപ്പോർട്ട് വായിച്ചിട്ടില്ല. എനിക്ക് മലയാളം വായിക്കാൻ അറിയില്ലല്ലോ. ഓ, അപ്പൊ തമിഴ് ഇംഗ്ലീഷ് ഒക്കെ അത് പിന്നെ ഒട്ടും അറിയില്ല. ആ റിപ്പോർട്ട് വായിക്കാതിരുന്ന സജി ചെറിയാൻ അത് വായിച്ചിട്ടില്ല എന്ന് അരുൺകുമാർ തന്നെ പറയുന്നു. ഇന്നലെ മുതൽ പ്രസ്താവന തുടങ്ങി. 1 കോടി രൂപ അനുവദിച്ചു. പുതിയ നയമുണ്ടാക്കാൻ പോകുന്നു, സിനിമാ നയം. പുതിയ കോൺക്ലേവ് രൂപീകരിക്കാൻ പോകുന്നു. ആ കോൺക്ലേവിലെ ആളുകളെ കൊണ്ടുപോകും. ഞാനൊന്നും മിണ്ടുന്നില്ലേ. അതിനോടൊപ്പം തന്നെ ഇദ്ദേഹം പറഞ്ഞ ഒരു കാര്യം കൂടെ ഞാൻ ആലോചിക്കുകയാണ്. നേരത്തെ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് സിനിമ നന്നാക്കാൻ. ബി ഉണ്ണികൃഷ്ണൻ, മുകേഷ് ഒന്നിറങ്ങി പോകുന്നുണ്ട്, രണ്ടും സഹായിച്ചൊക്കെ മതി. അങ്ങനെ തുടങ്ങി കുറെ ആളുകളുടെ പേര് പറഞ്ഞു. ഒന്ന് വ്യക്തമായിട്ട് അരുൺകുമാറെ, നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കണം. നിങ്ങൾ പറഞ്ഞ പേരുകളിൽ എത്ര പേര് ഈ കൂട്ടത്തിലുണ്ടെന്ന്. എല്ലാം പൊളിയൊന്നും ഉറപ്പായല്ലേ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. അതായത് മലയാള സിനിമയെ, അതിനകത്ത് സിനിമയെ ദുഷിപ്പിക്കുന്ന ആളുകളെ സിനിമയിൽ ഉണ്ടാകരുത് എന്നൊരു അലിഖിത നിയമം ഉണ്ടെന്നാണ് മാലാപാർവതി പറഞ്ഞത്. കണ്ടാൽ അറിയാത്തവൻ കൊണ്ടാലറിയും. ഇന്നലെ വരെ ഈ റിപ്പോർട്ട് പുറത്തു വരണമെന്ന് അലമുറയിട്ട് നടന്ന ആളുകളാണ് മാലാപാർവതിയും ഭാഗ്യലക്ഷ്മിയും ഒക്കെ. എന്നിട്ട് ഈ സമയം എന്താണ് ഈ പെട്ടെന്ന് ഈ കുടം കമഴ്ത്തി വെച്ച് വെള്ളം ഒഴിക്കുന്ന പോലെ മാറിപ്പോകുന്നത്? അത് തമാശ മോനേതാ. അപ്പൊ ഇവർക്കൊക്കെ സിനിമയിൽ നിൽക്കണം. അപ്പൊ ഈ 15 അംഗ ഇതിനകത്ത് ഗൂഢസംഘം അല്ലെങ്കിൽ മാഫിയ സംഘം, പണ്ട് തിലകൻ ചേട്ടൻ പറഞ്ഞ പോലെയുള്ള മാഫിയ സംഘം. നമ്മുടെ ഈ അധോലോകത്തിന് എല്ലാവരും പേടിക്കുന്ന ഒരു പേരിടണം. പേര് ഞാനിടാം. ശ്രീ രാജരാജേശ്വരി അധോലോകം. അവരാണ് ഇവരെ കൊണ്ട് ഇപ്പൊ ഇത് പറയിപ്പിക്കുന്നത്. ഇല്ലെന്ന് പറയാൻ പറ്റും. ഓരോരുത്തന്മാരെ കാണിച്ചു വെക്കുന്ന പോക്കരത്തിന് ബാക്കിയുള്ളവനാ ഇരിക്കപ്പെടുത്തില്ലാത്തത്. ക്ഷമിക്കണം, ഒരബദ്ധം പറ്റിപ്പോയത്. അതൊക്കെ ചെയ്യുമ്പോൾ നേരത്തെ ബി ഉണ്ണികൃഷ്ണ പേര് പറഞ്ഞു. ഉണ്ണികൃഷ്ണ ആണല്ലോ തിലകൻ ചേട്ടനെ വിലക്കിയത്. അതിന്റെ മുമ്പിൽ നിന്നത് ഉണ്ണികൃഷ്ണ ആണല്ലോ. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. ബാക്ട ഫെഡറേഷൻ എന്ന സംഘടന പിളർത്തതിനെ കുറിച്ച് ഈ റിപ്പോർട്ടിലുണ്ട്. ആരാ പിളർത്തിയത്? തുളസീദാസിന്റെ ഇഷ്യൂവിൽ ദിലീപാണെന്നുള്ള കാര്യം വളരെ വ്യക്തമല്ലേ? ഇതൊക്കെ പച്ചയായ വർത്തമാനങ്ങളല്ലേ? ഈ റിപ്പോർട്ട് മുമ്പിൽ വെക്കുമ്പോ ഇതിനകത്ത് പേര് പറഞ്ഞിട്ടുള്ളതിൽ പ്രധാനപ്പെട്ട ഒരാൾ ദിലീപാണെന്ന് ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനലുകൾ പുറത്തുവിടുന്നു. നിങ്ങളല്ലേ ഈ മീശ നോക്കി കള്ളം പറയുന്ന റാസ്കൽ അക്ബർ ചക്രവർത്തി, ക്ഷമിക്കണേ. ഇന്ത്യ ടുഡേ ഉൾപ്പെടെയുള്ള ചാനലുകൾ ദിലീപിന്റെയൊക്കെ പടം വെച്ച് പുറത്തുവിടുന്നു. ഈ സിനിമാ മേഖലയിൽ ചില അലിഖിത നിയമങ്ങളുണ്ടെന്ന് മാലാപാർവതി തന്നെ സമ്മതിച്ചു. ശരിയാണ്. ഈ അലിഖിത നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതേപോലെയുള്ള ചൂഷകന്മാർക്ക് വേണ്ടിയുള്ള അലിഖിത നിയമങ്ങളാണ്. ആ ചൂഷകന്മാരെന്ന് പറയുന്നത് ഞങ്ങൾക്ക് എന്തുമാകാം, ഞങ്ങളെ ധിക്കരിച്ചാൽ നീ സിനിമയിൽ ഉണ്ടാവൂല. വിനയൻ അതിന്റെ ഇരയാണ്, തിലകൻ അതിന്റെ ഇരയാണ്, ഞാൻ അതിന്റെ ഇരയാണ്. കൂടെ കിടന്നില്ലെങ്കിൽ ഈ സിനിമ ഇൻഡസ്ട്രിയിൽ അഭിനയിക്കാൻ നിങ്ങൾക്ക് ചാൻസ് ഇല്ല എന്ന് പറഞ്ഞതും ഇതേ റിപ്പോർട്ടിലാണ്. ഇവനെയൊക്കെ വള്ളിച്ചൂടിന് അടിക്കാൻ ഇവിടെ ആളില്ലാഞ്ഞിട്ടാ. അടിക്കാൻ ഇങ്ങോട്ട് വാടാ പുല്ലേ. ഞങ്ങളെ മുഖ്യമന്ത്രിയായിട്ട് അടുപ്പമുള്ളവരാ. ഒന്ന് ആലോചിച്ചു നോക്കണം. സിനിമ ഇൻഡസ്ട്രിയെ മൊത്തമായി ദുഷിപ്പിക്കുന്നത് ഈ വെളിയിൽ നിന്ന് ഇതിനെ വിമർശിക്കുന്ന ആളുകളാണോ, അതോ ഈ ഇൻഡസ്ട്രിക്കകത്ത് തന്നെയുള്ള ഈ പുഴുക്കുത്തുകളാണോ എന്നൊന്ന് ആലോചിക്കണം. ഇവിടെ മനസമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. സ്വിച്ച് അമർത്തി. അമർത്തി. താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത്. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.